ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വപ്ന ദർശനത്തെ പറ്റി. അതായത് ദൈവങ്ങളെയായാലും നമ്മൾ പിന്നെ ചീത്ത സ്വപ്നങ്ങളും നല്ല സ്വപ്നങ്ങളും കാണും. മിക്ക ആളുകളും ദൈവങ്ങളെയൊക്കെ സ്വപ്നം കാണും. അതല്ല, ചിലർ പാമ്പിനെ സ്വപ്നം കാണും. ചിലപ്പോൾ നമ്മൾ മരിച്ച ആളുകളെ സ്വപ്നം കാണും. അപ്പോൾ അങ്ങനെ പല നേച്ചറിൽ നമ്മൾ പല സമയത്തായിട്ട് കാണും. ചില സമയം പ്രഭാതത്തിൽ നമ്മൾ സ്വപ്നം കാണാറുണ്ട്, അല്ലേ? അപ്പോൾ ആ സമയത്ത് സ്വപ്നം കാണുന്നതൊക്കെ സാധാരണ ഫലിക്കാറാണ് പതിവ്. അതുപോലെ തന്നെ നമ്മൾ ഉച്ച സമയത്തൊക്കെ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യില്ലേ, ആ സമയത്ത് നമ്മൾ ചിലപ്പോൾ സ്വപ്നം കാണാറുണ്ട്. ആ സ്വപ്നങ്ങളും മിക്കതും ഫലിക്കാനാണ്, അതായത് പകൽ സ്വപ്നങ്ങളും ചിലപ്പോൾ ഫലിക്കാനാണ് പതിവ്. കൂടുതലും നമ്മൾ ബ്രഹ്മമുഹൂർത്തത്തിൽ, ആ ബ്രഹ്മമുഹൂർത്തത്തിൽ കാണുന്ന സ്വപ്നങ്ങളാണ് ഫലിക്കാൻ കൂടുതൽ സാധ്യത കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഈ സമയത്തൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ നല്ല സ്വപ്നങ്ങൾ കാണാം, അതായത് സ്വപ്നങ്ങളെ കാണാതിരിക്കാൻ നോക്കുക. അതായത് സുഖനിദ്ര അതല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്, നിദ്രയ്ക്ക് വേണ്ടിയല്ലേ നമ്മൾ ഉറങ്ങുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇങ്ങനെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന എന്തെങ്കിലും നല്ല കാര്യത്തിലെ പറ്റിയോ അല്ലെങ്കിൽ ചീത്ത കാര്യം, അത് എന്താണോ നിങ്ങൾ കണ്ടത് അത് നമ്മൾ ഒന്ന് ഓർത്തെടുക്കുക. മിക്കവരും അത് മറന്നു പോകാറാണ് സാധാരണ പതിവ്. പക്ഷേ ചില സമയം നമ്മളത് മെമ്മറിയിൽ അത് ഓർത്ത് വെക്കും, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടെ മുന്നിൽ നടക്കും. പെട്ടെന്ന് നമ്മൾ ഓർക്കും, അയ്യോ ഇത് ഇന്നലെ ഞാൻ സ്വപ്നം കണ്ടിരുന്നു എന്ന് പെട്ടെന്ന് നമ്മൾ ഓർത്തെടുക്കാറുണ്ട്, അല്ലേ? അപ്പോൾ അങ്ങനെ ഓർത്തെടുക്കുന്ന സ്വപ്നങ്ങൾ, അപ്പോൾ അത് ചിലപ്പോൾ നിങ്ങൾ നിങ്ങൾ ഒരു വിജനമായ ഒരു കാട്ടിലൂടെ പോകുന്നു. അപ്പോൾ ആ സമയത്ത് പാമ്പ് കടിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഇത് അത്ര നല്ല സ്വപ്നമല്ല. ആ പാമ്പ് കടിക്കുന്നതായിട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് പാമ്പുകൾ, പ്രത്യേകിച്ച് കറുത്ത പാമ്പുകളാണെങ്കിൽ വൻ ശത്രുദോഷം ഉണ്ട് എന്നതിൻ്റെ സൂചനയാണത്. അതുകൊണ്ട് അടുത്ത് തന്നെ കാവോ അല്ലെങ്കിൽ നമ്മുടെ വെട്ടിക്കോട്ട അമ്പലത്തിലോ മണ്ണാർശാലോ എവിടെയെങ്കിലും പോയി നാഗങ്ങൾക്ക് വേണ്ടുന്ന പൂജ ചെയ്യുക, നന്നായി പ്രാർത്ഥിച്ചിരിക്കുക. ശത്രുദോഷം മാറാൻ അടുത്ത് ഭദ്രകാളി ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോയി ഒരു രക്തപുഷ്പാഞ്ജലിയോ അല്ലെങ്കിൽ ശത്രു സംഹാര പൂജയോ ഉറപ്പായിട്ടും നിങ്ങൾ ചെയ്യുക. ഉറപ്പായിട്ടും ആ ഒരു സ്വപ്നത്തിൻ്റെ നെഗറ്റീവായിട്ടുള്ള ഫലം നിങ്ങളിൽ നിന്ന് പോകുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ നന്നായിട്ട് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഭഗവാന്മാരെയൊക്കെ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ നേർച്ചകൾ പറഞ്ഞിട്ടുണ്ടാവാം, അല്ലേ? അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടി നമ്മൾ നേർച്ചകൾ പറയില്ലേ, അപ്പോൾ അത് എന്തെങ്കിലും വഴിപാട് മുടങ്ങിക്കിടന്നാൽ നമ്മൾ ഭഗവാന്മാരെ സ്വപ്നം കാണും. അതല്ല, നമുക്ക് എന്തെങ്കിലും നല്ലൊരു, അതായത് എന്തെങ്കിലും ഒരു നല്ല വാർത്ത കേൾക്കുക, അല്ലെങ്കിൽ ഗുരുവായൂർ കണ്ണനെ സ്വപ്നം കാണാണ്. അപ്പോഴോ കണ്ണനെ സ്വപ്നം കാണുകയാണെങ്കിൽ നമ്മൾ ഉടൻ തന്നെ നിൽക്കുന്നവർ ഗുരുവായൂരൊന്ന് പോയി ഭഗവാനെ